ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ചധികം ദിവസങ്ങളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. മറ്റൊന്നും കൊണ്ടല്ല, എക്സാം തിരക്കും ക്ലാസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത്രത്തോളം വൈകിയത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി മുതൽ റെഗുലറായിട്ട് അങ്ങോട്ട് വീഡിയോ ഉണ്ടാകും. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാകണം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിലെ ഡീക്ലാനെ പറ്റിയാണ്. ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ കുറച്ച് തോട്ട്സും അതുപോലെ തിയറീസും ഒക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. എങ്കിൽ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടുകയുള്ളൂ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ പറഞ്ഞു വെറുപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. വൺ പീസ് കാണുന്ന ഭൂരിഭാഗം പേർക്കുമുള്ള ഡൗട്ടാണ് എന്താണ് ഡി എന്നത്. ഇതിന്റെ എല്ലാം തുടക്കം ഫസ്റ്റ് പൈററ്റ് എന്നറിയപ്പെട്ടിരുന്ന ലെജൻഡറി വാരിയർ ജോയ് ബോയിൽ നിന്നുമാണ്. ഇദ്ദേഹത്തിന്റെ ഡിസെൻഡൻസ് ആണ് ഈ ഡീക്ലാൻ മെമ്പേഴ്സ് എന്നത്. ഇവർ ബ്ലഡ് റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും, പകരം ഇവരെ കണക്ട് ചെയ്യുന്നത് ഇവരുടെ വിൽ ഓഫ് ഡി കാരണമാണ്. എന്താണ് ഈ വിൽ ഓഫ് ഡി എന്നാൽ, ഡീക്ലാനിലുള്ള ഓരോരുത്തർക്കും അവരുടേതായ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമാണ് ഉള്ളത്. ഇങ്ങനെയുള്ള ഇവരുടെ തീവ്രമായ ആഗ്രഹത്തെയാണ് വിൽ ഓഫ് ഡി എന്ന് പറയുന്നത്. നമ്മളിത് നറൂട്ടോ സീരീസിൽ കണ്ടിട്ടുണ്ട്. അതിൽ വിൽ ഓഫ് ഫയർ ആയിരുന്നെങ്കിൽ ഇതിൽ വിൽ ഓഫ് ഡിയും. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇതിന്റെ എല്ലാം തുടക്കം ജോയ് ബോയിൽ നിന്നുമാണെന്ന്. 800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ ഒരു മനുഷ്യൻ ആ വേൾഡിന്റെ തന്നെ തലവര മാറ്റിമറിക്കാൻ ശ്രമിച്ചിരുന്ന കാലത്ത് ഇദ്ദേഹത്തിന്റെ ആശയത്തെ പിന്തുണച്ചുകൊണ്ട് കൂടെ കൂടിയവരാണ് ഡീക്ലാനിലുള്ള പകുതി പേര്. അന്ന് ജോയ് ബോയിയെ പിന്തുണച്ചുകൊണ്ട് ആ മഹായുദ്ധത്തിൽ ഇവർ പങ്കെടുത്തതിനാൽ ഇവരുടെ എല്ലാം പേരുകളിൽ ഡി എന്നുകൂടി ഉൾപ്പെട്ടു. അതിന്റെ അർത്ഥം എന്താണെന്നാൽ ജോയ് ബോയുടെ വിൽ ഓഫ് ഡി ക്യാരി ചെയ്യുന്നവരായി ഇവർ മാറപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡി അവർക്കെന്നും പ്രതീക്ഷകൾ നൽകി. എന്നാൽ ഇമുവിന്റെ ഭരണം വന്നതോടുകൂടി ഡി എന്നത് വേൾഡ് ഗവൺമെന്റിന് എക്കാലത്തും ഒരു ത്രെറ്റായി മാറി. മറ്റുള്ളവരിൽ നിന്നും ഓടി ഒളിച്ചും പേരുകൾ മാറ്റിയും പിന്നീട് അവർ കാലങ്ങൾ കഴിച്ചുകൂട്ടി. ഡ്രസ്റോസ ആർക്കിൽ കൊറോസാൻ ലോയോട് പറയുന്നത് ഡി എന്നത് ദൈവങ്ങളുടെ എക്കാലത്തെയും ബദ്ധശത്രുക്കളാണെന്നും ഇവർ എക്കാലത്തും ദൈവങ്ങൾക്കൊരു ഭീഷണിയാണെന്നുമാണ് പറഞ്ഞത്. എന്നാൽ അന്ന് അങ്ങനെ പറയാനുള്ള കാരണം ആ ഒരു വേൾഡിൽ നടക്കുന്ന ഈ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ കെൽപ്പുള്ളത് ഈ ഡീക്ലാനിലുള്ളവർക്ക് മാത്രമാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് കൊറോസാൻ തന്റെ ജീവൻ നൽകിയും ലോയെ സംരക്ഷിക്കുന്നത്. ഇനി ഈ ദൈവങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം ആരെയാണെന്ന്. അതെ, സെലസ്റ്റിയൽ ഡ്രാഗൺസ്. ഈ ഒരു പേര് ഓട ഇവിടെ എടുക്കാൻ കാരണം ചൈനീസ് മിത്തോളജി പ്രകാരം സ്വർഗത്തെയും ഭൂമിയെയും സംരക്ഷിക്കുന്നവരും ഭൂമിയിലെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നവരുമാണ് ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ചൈനീസ് മിത്തോളജിയിൽ പറയുന്ന സ്വർഗീയ ദേവതകൾ. ഇവിടെ വൺ പീസിൽ നേരെ മറിച്ച് സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്ന് ദൈവങ്ങളായി കണക്കാക്കുന്നവർ ദൈവങ്ങളുടെ വേഷമിട്ടിരിക്കുന്ന ചെകുത്താന്മാരുമാണ്. കൂടാതെ ഇവർ താമസിക്കുന്ന ആ ഒരു ഇടത്തെ വിളിക്കുന്നത് മരീജോയ്സ് എന്നാണ്. ഇതൊരു തരത്തിൽ നോക്കിയാൽ സ്വർഗത്തിനോട് സമാനമാണ്. എന്നാൽ പുറംമൂടിയിലേ ഉള്ളൂ സ്വർഗം, അതിനുള്ളിൽ ഒരു നരകം തന്നെയാണ്. കൂടാതെ സർഫസ് വേൾഡ് എന്ന് പറയുന്നതാണ് ഇവർ ഭൂമിയായിട്ട് കണക്കാക്കുന്നത്. ഈ സർഫസ് വേൾഡിലെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ്. എന്നാൽ ഇവർ പോലും അറിയാതെ ഇവരെ കൺട്രോൾ ചെയ്യുന്നതോ ഇമുവും. ഇതാണ് ആ വേൾഡിന്റെ ഒരു അവസ്ഥ. ഡി എന്ന വാക്കിന് പല അർത്ഥങ്ങളാണ് പലരും പറയാറ്. ഇപ്പോൾ ഡി എന്നാല് ഡ്രീം, ഡോൺ, ഡെവിൾസ്, ഡിസ്ട്രോയേഴ്സ്, അങ്ങനെ പലതും. എന്നാൽ എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് തിയറി എന്ന് തോന്നിയ ഒന്നാണ് ഡ്രംസ് ഓഫ് ലിബറേഷൻ. ഈ ജാപ്പനീസ് കൾച്ചറിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതിനെ ഡെൻഡൻ ഡൈക്കോ എന്നാണ് പറയാറ്. ഇത് പല ഏഷ്യൻ രാജ്യങ്ങളിലും കുട്ടികളുടെ കളിപ്പാട്ടമായിട്ടാണ് കണക്കാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ അറിയപ്പെടുന്നത് മങ്കി ഡ്രം എന്നാണ്. ഇതിന്റെ താളത്തെ സ്വാതന്ത്ര്യത്തിന്റെ താളമായി കണക്കാക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ താളം കേൾക്കുമ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും ഏവർക്കും ചിരിയും സന്തോഷവും ഒക്കെ ഇത് നൽകുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഡീക്ലാനിലെ പകുതി പേരും കുട്ടികളുടേതുപോലുള്ള സ്വഭാവമുള്ളവരായിട്ടും ഇവർ ഏവർക്കും സന്തോഷം പകരുന്നവരാണെന്നും പറയാം. ഇനി 2 ടൈപ്പിലുള്ള വിൽ ഓഫ് ഡി ഒരേ ക്ലാനിലുള്ളവരിൽ കാണാൻ സാധിക്കും. അതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഹാഫ് മൂൺ തിയറി എന്നത്. ഫുൾ മൂൺ എന്നും ഹാഫ് മൂൺ എന്നും വിൽ ഓഫ് ഡിയെ തരംതിരിക്കുന്നുണ്ട്. ഈ ഒരു തിയറി പ്രകാരം ഫുൾ മൂണിൽ പെട്ടവരാണ് നമ്മുടെ റോജർ, ലൂഫി, ഡ്രാഗൺ തുടങ്ങിയവരൊക്കെ. ഇവരൊക്കെ തങ്ങളുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ അവയെ നശിപ്പിച്ച് ഒരു ഡാർക്ക് എറ തന്നെ ഉണ്ടാക്കാൻ നടക്കുന്നവരാണ് ഈ ഹാഫ് മൂണിൽ പെട്ടവർ. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് ബിയർഡ്, റോക്സ് തുടങ്ങിയവർ. അതുകൊണ്ട് തന്നെ ഈ ഹാഫ് മൂണിൽ പെട്ടവർ ഡ്രീമിന്റെ എല്ലാം ഒരു അന്ധകരായി കണക്കാക്കുന്നു. കൂടാതെ ഈ ഒരു ക്യാരക്ടേഴ്സ് ഡീക്ലാനിൽ ഏറ്റവും ശക്തരായി കാണപ്പെടുകയും ചെയ്യുന്നു. ഡീക്ലാനിലുള്ള ഏവരും തങ്ങളുടെ സ്വപ്നത്തെ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നവരാണ്. അതുപോലെ നമുക്കേവർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാകുമല്ലോ. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.